ശരത്ത്, ഇവിടുത്തെ ടോൾ പിരിവിനെ സംബന്ധിച്ച് അതിശക്തമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ഒരു ശമനവുമില്ല. സാധാരണപ്പെട്ട മനുഷ്യർ മണിക്കൂറുകളോളം ഈ ക്യൂവിൽ കിടക്കേണ്ടുന്ന അവസ്ഥയാണ്. ശരത്ത്, ഷമി, കഴിഞ്ഞ ദിവസത്തെ അത്ര ഇന്ന് കുരുക്കില്ലായിരുന്നു പോലും ഇന്നും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് കുറവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഈ തിങ്കളാഴ്ച ദിവസമായിരുന്നു. 3 ദിവസത്തെ അവധി കഴിഞ്ഞ് ആളുകളെല്ലാം ഓഫീസിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഇന്നും ഗതാഗത കുരുക്ക് മേഖലയിൽ രൂക്ഷമായിരുന്നു. ഇന്ന് ഇതിനകത്ത് ഗതാഗത കുരുക്കിന്റെ തോത് ഇത്തിരിയെങ്കിലും കുറയാനുണ്ടായ കാരണം ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ നിരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയ തോതിൽ കുറവുണ്ടായിരുന്നു തിരക്ക്. എന്നാലും മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു എന്ന കാര്യം തർക്കമില്ല. ഇത് 4 ആഴ്ചയ്ക്കകം ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ട് വീണ്ടും പഴയ പോലെ ആക്കിയതിനു ശേഷം മാത്രമേ ടോൾ പിരിക്കാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ടോൾ പിരിവ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ ഉത്തരവ് വന്നിട്ട് ഇതുവരെ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഈ ടോൾ കമ്പനിയുടെ കയ്യിൽ നിന്നോ ഈ നിർമ്മാണ ടോൾ പിരിക്കാൻ ചുമതലയുള്ള കമ്പനിയുടെ ഭാഗത്തു നിന്നോ NHAIയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തുടർ ദിവസങ്ങളിലും സമാനമായ സാഹചര്യം ഈ റോഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സർവീസ് റോഡുകൾ പലതും ഗതാഗതയോഗ്യമാവാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വണ്ടികൾ പോകുന്നതോടുകൂടി കൂടുതൽ ചളി വരികയും അവിടെ ബ്ലോക്കുകൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ചാലക്കുടിയിൽ വെച്ച് വലിയ വാഹനങ്ങൾ തടഞ്ഞതിന് ശേഷം വലിയ വാഹനങ്ങൾ മാത്രം NH വഴി കടത്തിവിടുകയും ചെറിയ വാഹനങ്ങളെ സർവീസ് റോഡ് വഴി കടത്തിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 18 മണിക്കൂറാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നത്. ഇന്നും സമാനമായ രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. 18 മണിക്കൂർ ഉണ്ടായില്ലെങ്കിലും സമാനമായ രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വലിയ ഒരു ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ച് ഈ ദേശീയപാതയിലൂടെയുള്ള യാത്ര വലിയൊരു ആശങ്കയാണ് നിലവിലുണ്ടാക്കിയിരിക്കുന്നത്. കാരണം കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്ന കാര്യത്തിനകത്ത് ഒരു വ്യക്തതയും ഇല്ലാതെയാണ് ആളുകൾ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. 18 മണിക്കൂർ ഉണ്ടായില്ലെങ്കിലും സമാനമായ രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വലിയ ഒരു ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ച് ഈ ദേശീയപാതയിലൂടെയുള്ള യാത്ര വലിയൊരു ആശങ്കയാണ് നിലവിലുണ്ടാക്കിയിരിക്കുന്നത്. കാരണം കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്ന കാര്യത്തിനകത്ത് ഒരു വ്യക്തതയും ഇല്ലാതെയാണ് ആളുകൾ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ കൃത്യമായി ഇടപെടേണ്ട NHAIയുടെ ഭാഗത്തു നിന്നും വളരെ തണുപ്പൻ സമീപനമാണ് ഉണ്ടാകുന്നത്. ഇത് അറ്റകുറ്റപ്പണി നടത്തേണ്ട ഗുരുവായൂർ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി അവരാണ് ടോൾ പിരിക്കുന്നത്. അവരിതിനകത്ത് പറയുന്ന നെടുന്യായം ടോൾ പിരിക്കുന്നത് മൂന്നാമതായി മീൻസ് ഈ അറ്റകുറ്റപ്പണി നടത്തുന്നത് മറ്റൊരു കമ്പനിയാണ്, മറ്റൊരു സ്വകാര്യ കമ്പനിയാണ്. 95% റോഡുകളും പ്രവർത്തനക്ഷമമാണ് അല്ലെങ്കിൽ യാത്രാ യോഗ്യമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ന്യായങ്ങൾ പരസ്പരം വെച്ചു മാറുമ്പോഴും വലിയ പ്രതിസന്ധി യാത്രക്കാരെ സംബന്ധിച്ചുണ്ടാകുന്നു. യാത്രക്കാർ നിരത്തിൽ മണിക്കൂർ കണക്കിന് രാവിലെയും വൈകിട്ടും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഷമ്മി, ശരത്ത്, സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും നേരത്തെ ടോൾ ഈടാക്കിയിരുന്ന സ്ഥലങ്ങളിൽ ഈ NH66 പണി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ടോൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ പാലിയേക്കരയിൽ അവർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞാൽ, നല്ല റോഡ് സംവിധാനം ഉപയോഗിക്കാനുണ്ടെങ്കിൽ അവർ ടോൾ കൊടുക്കുന്നതിന് വൈമുഖ്യം കാണിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ദേശീയപാതയുടെ പണി നടക്കുന്നു, ആൾക്കാർ വലിയ തോതിൽ ബ്ലോക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം വൈകുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ഈ ടോള് താൽക്കാലികമായി ഒഴിവാക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? ഷമി, ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ടോൾ പിരിവ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ അത് ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്ന് മാത്രമാണ്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ, ജനകീയ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പൗരസംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴൊന്നും അതിനോട് ഒരു രീതിയിലും അനുകൂലമായൊരു നിലപാട് ടോൾ പിരിക്കുന്ന കമ്പനി സ്വീകരിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ഇത്തരത്തിൽ വലിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സാഹചര്യത്തിൽ പൗരന്മാർ നിരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ടോൾ പിരിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവുണ്ടാവുകയും ചെയ്തത്. 2 ആഴ്ചയായി ഇത്തരത്തിൽ ടോൾ പിരിവ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇല്ലാതെയായിട്ട്. എന്നാൽ ഇതിനെ തുടർന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഈ പാലിയേക്കര ടോൾ ബൂത്തില് പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ ഉണ്ടായിരുന്നു, പബ്ലിക് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ളവ. അവയെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതിനെ കമ്പനി പറയുന്ന ഒരു ന്യായം, ടോൾ പറ്റാത്ത സാഹചര്യത്തിൽ ഇത്തരം സേവനങ്ങൾ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക്
ടോൾ കമ്പനിയും NHAയും എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ അവകാശം ഹനിക്കപ്പെടുമ്പോഴും ഇത്തരത്തിൽ കൊള്ള ലാഭം എങ്ങനെ നേടിയെടുക്കാം എന്നത് മാത്രമാണ് ഈ കമ്പനിയും അതിന് ഒത്താശ ചെയ്യുന്ന ഒരു നിലപാടാണ് NHAയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷമി.